കാണികളെ വിസ്മയിപ്പിച്ച വേദികൾ കീഴടക്കുകയാണ് മുൻ സൈനികനും ഇപ്പോൾ നെടുങ്കണ്ടം NCC ബറ്റാലിയനിലെ ജീവനക്കാരനുമായ PT രതീഷ് എന്ന കോഴിക്കോടുകാരൻ. വിവിധ ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ നേടിയ രതീഷ് ജോലി തിരക്കുകൾക്കിടയിലും മാജിക്കും മിമിക്രിയും കോർത്തിണക്കി വിവിധ വേദികളിൽ അവതരിപ്പിക്കാൻ സമയം കണ്ടെത്തും. മാജിക്കും മിമിക്രിയും കോർത്തിണക്കി വേദികൾ കീഴടക്കിയാണ് നെടുങ്കണ്ടം 33 കേരള NCC ബറ്റാലിയനിലെ ജീവനക്കാരനായ PT രതീഷ് എന്ന കോഴിക്കോടുകാരൻ. വർഷമായി മാജിക്കും മിമിക്രിയും ഒരേപോലെ വേദികളിൽ അവതരിപ്പിക്കുന്ന ഇദ്ദേഹത്തെ തേടി അടുത്തിടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡും എത്തി. 300 മജീഷ്യന്മാർ ഒരേ സമയം ഒരേ വേദിയിൽ മാജിക് അവതരിപ്പിച്ചതാണ് രതീഷിനെ റെക്കോർഡിന് ഉടമയാക്കിയത്. ഇതിനു മുമ്പും ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇന്ത്യ വേൾഡ് റെക്കോർഡും രതീഷിനെ തേടിയെത്തിയിട്ടുണ്ട്. 44-കാരനായ ഇദ്ദേഹം 17 വർഷം ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെയാണ് രതീഷ് മായാജാലത്തിന്റെ ലോകത്തേക്കും ശബ്ദാനുകരണ കലയിലേക്കും എത്തുന്നത്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ 20 വർഷത്തിന് സേവനത്തിന് ശേഷം ഞാൻ വീണ്ടും കേരള PSC മുഖേന 33 കേരള ബറ്റാലിയൻ NCC നെടുങ്കണ്ടത്തേക്ക് ജോലിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ മാജിക് ഒപ്പം മിമിക്രിയും കൂടെ കൊണ്ടുവരികയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മാജിക്കിലോട്ട് വന്നത്. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഗുരുവായ മനോജിൽ നിന്നും ഞാൻ വിദ്യ അഭ്യസിച്ചുകൊണ്ട് മാജിക് എന്ന കലയിലോട്ട് കാൽച്ചുവട് വെച്ചു. ചുറ്റുപാടുകളും പ്രകൃതിയുമൊക്കെയാണ് രതീഷിന്റെ ശബ്ദാനുകരണ കലയിലെ താരങ്ങൾ. സൈനികനായി രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച കാലത്തും മാജിക്കും മിമിക്രിയും ഉപേക്ഷിച്ചിരുന്നില്ല. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ചതോടെ കലാരംഗത്തെ കൂടുതൽ സജീവമായി. ഇതിനിടെയാണ് നെടുങ്കണ്ടം NCC ബറ്റാലിയനിൽ ജോലി ലഭിച്ചത്. ജോലിത്തിരക്കുകൾക്കിടയിലും വിവിധ വേദികളിൽ മാജിക് അവതരിപ്പിക്കാൻ രതീഷ് സമയം കണ്ടെത്താറുണ്ട്. ഇതിനോടകം ഇന്ത്യയിലും വിദേശത്തുമായി 100 കണക്കിന് വേദികളിലും വിവിധ TV ഷോകളിലും പരിപാടികൾ അവതരിപ്പിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. കോഴിക്കോട് നടുവന്നൂർ സ്വദേശിയാണ് രതീഷ്. രാഖിയാണ് ഭാര്യ. ആദിദേവ്, ആര്യദേവ് എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.